ശ്രീകണ്ഠപുരം നെയ്താര പുഴക്കരയുടെ തീരത്ത് ടേക്ക് എ ബ്രേക്കിന് പിറകിലായി കാണുന്ന ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. ഇവിടെ സ്ത്രീകളും കുട്ടികളും അടക്കം സെൽഫി എടുക്കാനുള്ള തിരക്കാണ്. ശ്രീകണ്ഠപുരം നഗരസഭ ശ്രീലയം ഫെസ്റ്റിനോടനുബന്ധിച്ചാണ് ഈ സെൽഫി പോയിന്റ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കോട്ടൂർ പ്രൈവറ്റ് ITI വിദ്യാർത്ഥികൾ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ വ്യത്യസ്തതയാർന്ന സെൽഫി പോയിന്റ്. പഴയകാല ടെലിവിഷന്റെ രൂപം ഉള്ളതിനാൽ സെൽഫിയിൽ ടെലിവിഷൻ ഫ്രെയിമിൽ സെൽഫി എടുക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഏറെ കൗതുകകരം ആകുന്നു. ശ്രീലയം ഫെസ്റ്റിനോടനുബന്ധിച്ച് മുനിസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ITI സന്ദർശിച്ച് സഹായം തേടിയപ്പോഴാണ് തങ്ങൾ വ്യത്യസ്തമായ ഒരു സംവിധാനം ഒരുക്കാമെന്ന് കോട്ടൂർ ITI അധ്യാപകരും വിദ്യാർത്ഥികളും ഉറപ്പു നൽകിയത്. കോട്ടൂർ ITIയിൽ കഴിഞ്ഞ മാസമാണ് ഹരിത സർട്ടിഫിക്കറ്റ് തരുന്നതിന് വേണ്ടിയിട്ട് മുനിസിപ്പൽ അധികൃതർ HIയും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വന്നത്. ആ സമയത്താണ് ITIയുടെ ഓഫീസിനകത്ത് നിരവധി വസ്തുക്കൾ, പാഴ്വസ്തുക്കൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇരിപ്പിടങ്ങളും അതുപോലെ മറ്റ് ആകർഷണീയമായ എഴുതാനുള്ള ഇതൊക്കെ നിർമ്മിച്ചിട്ട് കണ്ടത്. ആ സമയത്താണ് ശ്രീകണ്ഠപുരത്ത് ഇങ്ങനെ ഒരു ശ്രീലകം ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്നും അതിൻ്റെ ഭാഗമായിട്ട് ITIയുടെ എന്തെങ്കിലും ഒരു സംഭാവന ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥന ഉണ്ടായത്. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു. MMB ട്രേഡിലുള്ള സാറും കുട്ടികളും കൂടി ചേർന്ന് അവിടെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു സിസോ നിർമ്മിച്ചെടുത്തു. അത് പഴയ GI പൈപ്പ്, നമ്മുടെ അവിടെ തന്നെ സ്മിറ്റിലുണ്ടായിരുന്ന പഴയ സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. അതോടൊപ്പം അവിടെ ആ ശ്രീകണ്ഠാപുരം പുഴയോരത്ത് ചേർന്ന് നല്ലൊരു പ്ലേസ് ആണെന്നും അവിടെ നമുക്ക് ഫോട്ടോ എടുക്കും ഒരു ഫ്രെയിം എന്ന രൂപത്തിൽ പഴയ TV ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഫ്രെയിമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ തന്നെ ചെയ്തെടുത്ത ഒന്നാണ് ഫോട്ടോ ഫ്രെയിം. അത് പഴയ കാലത്ത് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്ന TV നമ്മുടെ അവിടെ അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ ഫ്രെയിം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഫ്രെയിം നിർമ്മിച്ചെടുത്തത്. പിന്നെ കുറച്ച് വർക്ക് പെയിൻറ്റിങ്ങും ഇതൊക്കെ ചെയ്ത് അത് ഭംഗിയാക്കി അവിടെ സ്ഥാപിച്ചു. അതിനുശേഷമാണ് ഒരുപാട് പേര്, കുട്ടികൾ ഉൾപ്പെടെ ഇത് കാണാൻ വേണ്ടി വരുന്നു എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാൻ കഴിഞ്ഞതിൽ ITIയിലുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ സെൽഫി പോയിന്റിന് സമീപത്തായി ചെറിയ കുട്ടികൾക്കുള്ള സീസോയും ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. പഴയ GI പൈപ്പുകൾ ഉപയോഗിച്ചാണ് സീസോ നിർമ്മിച്ചിരിക്കുന്നത്. MMV ട്രേഡിലുള്ള വിദ്യാർത്ഥികളും ഇലക്ട്രോണിക്സ് മെക്കാനിക് ട്രേഡിലുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും സംഗമിച്ചപ്പോഴാണ് വ്യത്യസ്തമായ പാഴ്വസ്തുക്കളുടെ രൂപവും പ്ലാനിങ്ങും ഇവിടെ രൂപപ്പെട്ടത്. തീർത്തും ഉപയോഗശൂന്യമായ പഴയ ടെലിവിഷൻ ആയിരുന്നു ഈ പദ്ധതിയിലെ ശ്രദ്ധാകേന്ദ്രം. പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് നിരവധി ഉപയോഗയോഗ്യമായ ഇരിപ്പിടങ്ങളും ടീപ്പോയ് പോലെയുള്ളവയും അലങ്കാര വസ്തുക്കളും ഇതിനോടകം ITI വിദ്യാർത്ഥികൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു വരുന്നു. ഹരിതകർമ്മസേന, ശുചിത്വ മിഷൻ എന്നീ വിഭാഗങ്ങൾ കോട്ടൂർ ITIക്ക് പ്രവർത്തന മികവിൽ ഹരിത ക്യാമ്പസ് സർട്ടിഫിക്കറ്റും നൽകിയിട്ടുണ്ട്. ക്രിസ്മസും ന്യൂ ഇയറും ഫെസ്റ്റും ഒക്കെ കഴിഞ്ഞാലും സെൽഫി പോയിന്റ് ഈ പുഴക്കരയിൽ പഴയകാല പ്രതാപത്തിൽ തന്നെ തുടരും എന്നത് തന്നെ ഏറെ ആശ്വാസകരം. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം.